നടിയെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയുന്നത് മോഷണം, ലഹരിമരുന്ന് കേസിലെ പ്രതികൾക്കൊപ്പം. കാക്കനാട്ടെ ജയിലിൽ 10 പേർക്ക് കഴിയാവുന്ന സെല്ലിൽ 6-ാമനായിട്ടാണ് ബോബി കഴിയുന്നത്. ഇന്നലെ വൈകിട്ട് 7:10 ബോബിയെ ജയിലിൽ എത്തിച്ചത്. തുടർന്ന് പായയും പുതപ്പും വാങ്ങി സെല്ലിലേക്ക് നീങ്ങി. ജയിലിലെ അന്തേവാസികൾക്ക് 5 മണിക്ക് തന്നെ ഭക്ഷണം നൽകി കഴിക്കും. ബോബി കോടതിയിലും ആശുപത്രിയിലും തുടർന്നതിനാൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചതോടെ ജയിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും നൽകി. ബുധനാഴ്ച രാവിലെയാണ് ബോബി അറസ്റ്റിലാവുന്നത്. പിന്നാലെ റോഡ് മാർഗം എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വൈകിട്ടോടെ എത്തുകയായിരുന്നു. അന്ന് രാത്രി പത്രക്കടലാസ് വിരിച്ചാണ് ബോബി സെല്ലിൽ ഉറങ്ങിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെ സെല്ലിൽ എത്തിക്കുകയായിരുന്നു. ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ കഴിഞ്ഞെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന വാദവും ചിരിയുമായി കോടതിയിലെത്തിയ ബോബി ചെമ്മണ്ണൂർ ജാമ്യം നിഷേധിച്ച് ഉത്തരവ് കേട്ടതോടെ തളർന്നു. ഇന്നലെ രാവിലെ 11-ന് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി 12-ഓടെയാണ് കോടതിയിലെത്തിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മാധ്യമങ്ങൾ കാത്തുനിന്ന പ്രധാന വഴിയിൽ നിന്ന് മാറ്റിയാണ് 2-ാം നിലയിലെ കോടതി മുറിയിലെത്തിച്ചത്. റിമാൻഡ് റിപ്പോർട്ടിലും ജാമ്യ ഹർജിയിലും വാദം 2:30 വരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം ഉത്തരവ് പറയാൻ കോടതി പിരിഞ്ഞു. ബോബിയോട് കോടതി മുറിയിൽ തുടരാനും നിർദ്ദേശിച്ചു. വൈകിട്ട് 4:45 മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിക്കുന്ന ഉത്തരവ് വായിച്ചത്. പ്രതിക്കൂട്ടിലെ കസേരയിലിരുന്ന ബോബി ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു. ചുറ്റും നിൽക്കുന്നവരോട് മാറി നിൽക്കാനും വെള്ളം കൊടുക്കാനും കോടതി നിർദ്ദേശിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 5:30 ലിഫ്റ്റ് വഴി താഴെ ഇറക്കി. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബോബി ആവർത്തിച്ചു. അതേസമയം എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി കോടതിയിൽ നിന്ന് കൊണ്ടുപോകവേ അനുകൂലികൾ പോലീസ് വാഹനം തടയുന്ന സ്ഥിതിയുണ്ടായി. കടുത്ത ഭാഷയിലാണ് ബോബിയെ അനുകൂലിച്ചും മാധ്യമങ്ങളെയും പോലീസിനെയും കുറ്റപ്പെടുത്തിയും അനുകൂലികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം നിഷേധിച്ച് മജിസ്ട്രേറ്റ് എ. അഭിരാമിയാണ് ഉത്തരവിട്ടത്. പ്രതി ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചെന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ്. സ്വാധീനവും പണവുമുള്ള പ്രതി തെളിവുകൾ നശിപ്പിക്കാനും നാടുവിടാനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഹണിയാണ് സർക്കാരിനായി ഹാജരായതും. പണം ഞങ്ങൾ തരും. ബോബി ചെമ്മണ്ണൂർ കുറ്റം ചെയ്തിട്ടില്ലെന്നും ചില പരാമർശങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും മുതിർന്ന അഭിഭാഷകൻ ബി. രാമൻപിള്ള വാദിച്ചു. കണ്ണൂർ ആലക്കോട് ഉദ്ഘാടന ചടങ്ങിൽ അപമാനിച്ചിട്ടില്ല. 4 മാസം മുൻപ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതിപ്പെട്ടതിൽ സംശയമുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു.